പിന്നെ ഞാന് നല്ല ബെല്ലട മുറിയൊക്കെ കെട്ടിക്കൊടുത്താട്ടോ. അപ്പൊ രാവിലെ ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതൊക്കെ അഴിച്ചിട്ടിട്ട് വന്നു കേട്ടോ. അപ്പൊ കാലുമ്മ കെട്ടൊന്നുമില്ല. എന്നിട്ട് മണ്ണ് പോയിട്ട് മാന്തിയിട്ട് മുറിയൊക്കെ ഇളക്കി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അവളെ മുറി എന്നിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പൊ ഇങ്ങനെ തുണിയൊക്കെ വെച്ചിട്ട് പഞ്ഞിയൊക്കെ വെച്ചിട്ടാട്ടോ കെട്ടുക. ഇതിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക ചെയ്യാട്ടോ. മരുന്നൊക്കെ വെച്ചിട്ട് കെട്ടുക ചെയ്യാം. ഇത്ര നേരം കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ മുറിയൊക്കെ അഴിച്ചിട്ടിട്ട് ഇതിലിങ്ങനെ പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് മരുന്ന് വെച്ചിട്ട് കെട്ടുകട്ടോ ചെയ്ത്. അപ്പൊ 1.5 കെട്ടിക്കൊടുക്കല്. ഇന്നലെ കെട്ടിക്കൊടുത്താണ്. ഇന്നിപ്പോ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആ കഴിച്ചു കളഞ്ഞു മണ്ണിലൊക്കെ മാന്തി മുറിയൊക്കെ ആക്കി ഇളക്കിയിട്ട് വന്നു. അപ്പൊ പിന്നെ കെട്ടിക്കൊടുക്കണ്ടേ. ഒന്ന് കെട്ടിക്കൊടുക്കാ വിചാരിച്ചു. ഞാനിനി ആണെങ്കിൽ ജലദോഷം കേട്ടോ. എനിക്ക് തുമ്മലും ജലദോഷം വരണേ. ഞാനേന് ഇന്ന് എന്റെ അവസ്ഥ. എന്തായാലും വേണ്ടില്ല, മുറി ഒന്ന് കെട്ടിക്കൊടുക്കാൻ വിചാരിച്ചു. അപ്പോ അവളെന്നെ ഇവിടെ കാണാല്ല. ഒന്ന് തപ്പട്ടെ വീട്ടിൽ പിടിച്ചിട്ട് വരാട്ടോ. അപ്പൊ അതാട്ടോ ആളെനെ കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരണം. ഇതാട്ടോ ഇതൊക്കെ മുറി കാണാണ്ടോ? കാണിച്ചു കൊടുത്ത ബാബു ബാബു ഇതാട്ടോ. ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പറ്റ പോയതാണ് കേട്ടോ. ഇങ്ങനെ കാക്കി. ഇതാരുടെ അയച്ച്? ആരയച്ച്? ബാബു ആരയച്ച്? അടി വേണോ? ഈ ബാബു ആരയച്ച്? ആരെ മണ്ണില് മാന്തി? എന്തിനാ മാന്തി മണ്ണില്? ഇവളെ ഞങ്ങള് രക്ഷപ്പെടുന്നു വിചാരിച്ചിട്ട് തന്നെ അല്ല കേട്ടോ. അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഇതൊക്കെ ഇപ്പൊ ഈ തൊപ്പൊക്കെ അങ്ങോട്ട് വന്നതാട്ടോ. ഇവിടെ പറ്റ അങ്ങോട്ട് പോയായിരുന്നു. അങ്ങനെ ഇറങ്ങി. എന്നിട്ട് ഇവിടെ തന്നെ നോക്കി ഉണ്ടാക്കി ഒരു കൊല്ലവാരായിട്ടു. ഞാനത് എന്നിട്ട് ഒരു കൊല്ലവാരായി. മാർച്ച് മാസം വന്ന ഒരു കൊല്ലായി. ഞങ്ങൾ ഇവിടെ രക്ഷപ്പെടുന്നു വിചാരിച്ചില്ല. അങ്ങനെ ഒറ്റ കാലൊക്കെ പറഞ്ഞ് കയ്യോടനാട് പോയിട്ട് എല്ല് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉണ്ട്. അന്ത്യമ്പ ഉണ്ട്. രാത്രി ഒരു 8:30 ആയപ്പോ കേറിയായിരുന്നു. അങ്ങനെ അന്ന് പിന്നെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. രാത്രി ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ മുളങ്കാവില് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. പിന്നെ അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. പിന്നെ വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പൊ ശരി ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വന്നാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഞായറാഴ്ച കഴിയുമ്പോഴേക്കും ഒരു ആകതായിരുന്നു. കിട്ടിയെന്ന്. പക്ഷെ ഒരു മണൊക്കെ വരൽ തുടങ്ങി. അപ്പൊ ഞങ്ങൾ പിന്നെ അങ്ങനെ വാണിയംകുളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഞാൻ അവിടെ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞേ ഇവിടുന്ന് ഈ ഷോൾഡർ ഇല്ലേ അവിടെ നിന്നൊക്കെ എടുക്കേണ്ടി വരും, അല്ലാണ്ട് അത് മാറും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്തായാലും വേണ്ടില്ല, ഞാൻ നോക്കട്ടെ, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കാം, എന്ത് ദിവസം കൊണ്ടൊക്കെ വേണ്ടിവരും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എന്ത് ചെയ്താലും വേണ്ടില്ല, ഞങ്ങൾ വരാം, ദിവസം വന്നാലും കുഴപ്പമില്ല, മാറി കിട്ടിയ മതി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദിവസം ഇവിടെ കൊണ്ടുപോകാറുണ്ട്. ഇന്ന് 2-3 മാസമൊക്കെ തുടർച്ചയായിട്ട് കൊണ്ടുവരണം. 1 മാസമൊക്കെ ദിവസവും കൊണ്ടുപോകണം. ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു 2 നേരമല്ല 5 ഇഞ്ചക്ഷൻ ആയിരുന്നു കേട്ടോ. 5 ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയൊക്കെ ഇങ്ങനെ ആയി കിട്ടോ. പിന്നെ കണ്ടില്ലേ കാട്ടിന്. എന്നിട്ട് 5 ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് ഇങ്ങനെ പോകും. ബൈക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഏട്ടൻ പിന്നെ പണിക്കും പോവും, പിന്നെ ഞാനും മക്കളാരെങ്കിലും കൂടെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ വീടിന്റെ അവിടെ അടുത്തുള്ളതാണ് കേട്ടോ ഓട്ടോ. അവൻ പിന്നെ വേഗം വരും കേട്ടോ വിളിച്ചാലൊക്കെ. ദിവസവും അവന് ഇനി വേറെ ട്രിപ്പ് ഉണ്ടെങ്കിൽ കൂടി ഒഴിവാക്കിയിട്ട് ഞങ്ങളെ കൂടെ പോരും. അവിടെ വന്നാൽ അതേപോലെ രാവിലെ പോയാൽ ഉച്ചക്കൊക്കെ വരാൻ പറ്റില്ലേ. അങ്ങനെ എന്നാലും കൂടെ നിൽക്കും കേട്ടോ. അങ്ങനെ ദിവസം കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ ആക്കിയത് കേട്ടോ. ഞങ്ങൾ രക്ഷപ്പെടുന്നേ വിചാരിച്ചിട്ടില്ല. നമ്മൾക്കേ ട്രെയിൻ വരുമ്പോ ഭയങ്കര പേടിയാണ്. ട്രെയിനിന്റെ ശബ്ദം കേട്ട എവിടെയെങ്കിലും ഓടി വന്നു. അടിയാണോ? ബാബു കട്ടണ്ടേ നല്ല അവിടെ ഇരിക്കി കേൾക്കട്ടെ. ബാബു അടി ഇപ്പൊ പിന്നെ ഒതുങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യും. ആദ്യം അതേപോലെ
മുറി കെട്ടാനൊന്നും അയക്കില്ല, എനിക്ക് പേടിയായിരുന്നു. ഞാൻ തന്നെ കെട്ടിക്കൊടുക്കട്ടോ. പിന്നെ ഡോക്ടർ 5-6 മാസമൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്തു. പിന്നെ പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് കെട്ടാൻ പറ്റും, അതാണ് നല്ലത്, ഞങ്ങൾ കെട്ടിക്കോളും, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ പറഞ്ഞു. എന്തേലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ വന്നാ മതി എന്നൊക്കെ പറഞ്ഞു. ഏട്ടനെ ഭയങ്കര ദേഷ്യമായിരുന്നു ആദ്യമൊക്കെ. പൂച്ചാന്ന് പറഞ്ഞാ പൂച്ചേനെ ഇഷ്ടമല്ല, ഇതിനൊക്കെ തന്നെ വരുമ്പോ അങ്ങനെ വരില്ല, അവരെന്നെ കാട്ടി വിടില്ലാട്ടോ പതിവ്. പിന്നെ ഇവളേനെ കൊല്ലുമ്പോഴും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഏട്ടന് ഇതേപോലെ വെയ്യാണ്ടിരിക്കുന്ന സമയം, ആക്സിഡന്റ് പറ്റിയിട്ടേ ഇരിക്കുന്ന സമയ. ആ സമയത്താണ് ഞങ്ങൾ കൊല്ലും. ചെറിയ കുട്ടി 1 മാസമായിട്ടുള്ളൂ കേട്ടോ കൊല്ലുമ്പോ. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഇത് പറ്റണം കേട്ടോ. അപ്പോ ഇഷ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര ഇഷ്ടം, പിന്നെ നല്ല ഇഷ്ടമായിട്ടു. പിന്നെ ഇതേപോലെ ഇവൾക്ക് വയ്യാതെ ഇട്ടു ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും കിട്ടും. പിന്നെ അവരാണ് അങ്ങനെ വയ്യാതെ ഇരിക്കുന്ന സമയം. അപ്പോ എന്നിട്ട് പിന്നെ ചെറുതായിട്ട് പണിക്കൊക്കെ പോക്ക് തുടങ്ങിയായിരുന്നു. ആ സമയത്താണ് ഇവൾക്ക് പറ്റുന്നത്. അപ്പോ അവര് പണിക്ക് പോവുക, എന്നിട്ട് പൈസന്റെ വിളനെ കൊണ്ട് പോവുക, അങ്ങനെ ആയിരുന്നു കേട്ടോ. ദിവസം പണിക്ക് വഹിച്ചിട്ടൊന്നല്ല, എന്നാലും പോവുക, അല്ലാണ്ട് ആകല്ലല്ലോ. പോവും, എന്നിട്ട് വരിക, പിറ്റേ ദിവസം വിളനെ കൊണ്ട് പോവുക. അതുകൊണ്ടും തികയില്ല. ചിലപ്പോ പുറത്തുനിന്ന് ആരെന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങിയിട്ടൊക്കെ ഇട്ട് കൊണ്ടുപോയില്ലേ, ചിലപ്പോ 1000, 1500, 1600 അങ്ങനെ ഒക്കെ ആവും. എന്നാലും വേണ്ടില്ല, അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ എത്തിച്ചു. ഇവൾക്ക് അതിന്റെ വല്ല വിചാരം ഉണ്ടോക്ക്? ഇവള് ഇങ്ങനെ പോയിട്ട് ഇതൊക്കെ ഇളക്കി വരുള്ളേ. ഇനി എന്ത് മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കണം. നായക്കളൊക്കെ ഇവിടെ ഒരുപാടുണ്ടാവും. അതിന് ഭയങ്കര ഇഷ്ടം. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കണ്ടാ വയ്യാതെയൊക്കെ ഉണ്ടാവില്ലേ, അവരെന്നെ കോന്റെ വീട്ടുകാർക്കൊക്കെ ചിലപ്പോ നോക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പൊക്കെ ഏട്ടനോട് പറഞ്ഞാൽ ഞങ്ങൾ കൊടുന്നിട്ട് നോക്കൂട്ടോ, നോക്കുന്നല്ല. അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ പൂച്ചാനെ ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. ഇവള് വണ്ടിയുടെ ശബ്ദം കേൾക്കും, പണി മാറ്റി വരുമ്പോ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും, എവിടുന്ന് മേലെന്ന് കേൾക്കുമ്പോഴേക്കും ഓർമ്മ കേട്ടാ അപ്പൊ മണ്ടുക വണ്ടിയുടെ അടുത്തേക്ക്. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഇവളേനെ കേട്ടോ. എത്ര പൈസ ചെലവെന്ന് അറിയുമ്പോള് 10-20,000 ഉറുപ്പിയുടെ ഒന്നും തലല്ല. എന്നിട്ട് ഇവളേനെ അങ്ങനെ പണിക്ക് പോയി വരിക, പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെ ഇട്ട് എല്ലാരും പറഞ്ഞു കേട്ടോ. നമുക്ക് ഭ്രാന്താണ്, എവിടെയെങ്കിലും കൊണ്ടിട്ടോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പൈസ ആക്കിയിട്ട് നോക്കണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യില്ല ഏട്ടന്, അതിനൊന്നും ഇഷ്ടമല്ല ഏട്ടന്. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും നോക്കി മാറ്റും, അങ്ങനെയാണ് അവർക്ക്. ഞങ്ങളും സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെയൊക്കെ നമ്മളിപ്പോ ഒരു കുട്ടീനെ പോലെ, ഞങ്ങളെ വീട്ടിലെ ഒരു കുട്ടീനെ പോലെ നോക്കിണ്ടാക്കുന്ന അവളേനെ. അപ്പൊ അവള് കൊണ്ടിടാൻ പറ്റും? ഇരിക്ക് ഇത് കെട്ടാതെ പോവില്ല, കെട്ടിയിട്ട് പോവുള്ളൂ. എന്നോട് ആരത് അഴിക്കാൻ പറഞ്ഞ്? എന്നാ അവിടെ ഒതുങ്ങിയിരിക്കി. അങ്ങനെ എല്ലാരും പറഞ്ഞായിരുന്നു, അവിടെ ഏട്ടന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഭ്രാന്താണ് എന്നുള്ളത്. പക്ഷെ നോക്കി നോക്കി ഇങ്ങനെ ആക്കി കണ്ടില്ലേ, ഞാൻ കാണിച്ചാറുണ്ട്, ഇവിടെ ഫോട്ടോ ഉണ്ട്. ആദ്യത്തെ കറക്കന്നായിരുന്നു, ഒന്നും കഴിക്കൊന്നും ചെയ്തില്ല. 1 മാസത്തോളം ഒന്നും കഴിക്കൊന്നും ചെയ്തിട്ടില്ല. പാലോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കിടക്കും. അപ്പൊ വയലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ചെയ്തായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി. ഇപ്പൊ ഇവൾക്ക് അതിന്റെ ഒരു വിചാരമില്ല. ഇപ്പൊ ഇവള് കണ്ണ് തെറ്റിയെ പോയിട്ടുണ്ടാവും കേട്ടോ, എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. ദൂരേക്കൊന്നും പോവില്ല കേട്ടോ. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവും. ഞാനിത് എപ്പോഴും ഇങ്ങനെ കെട്ടിയിരുന്നേ, അല്ലെങ്കിൽ അകത്തേക്ക് ഉച്ചക്കൊക്കെ അങ്ങോട്ട് അകത്തേക്ക് പോകുമ്പോ അകത്തേക്ക് കൊണ്ടുപോയി പാറുവിനെ കൊണ്ടുപോകും. വെയിലാണിങ്ങനെ. ആദ്യം പാറുവിനെ ഭയങ്കര പേടിയായിരുന്നു, ഇപ്പൊ പിന്നെ രണ്ടാളും ഭയങ്കര കമ്പനിയാണ്. ഇപ്പൊ രണ്ടാളും ഉപ്പാണ് കിടക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ഞാൻ ചിലപ്പോ പാറുവിന്റെ കുട്ടി കൊണ്ടുപോയിട്ട് പോലെ അവിടെ കിടക്കുകയൊക്കെ ചെയ്യും, അതിനൊന്നും കുഴപ്പമില്ല. ആദ്യം പാറുവിനെ കണ്ട മണ്ടും. ഇത് കട്ടട്ടെ കേട്ടോ, ബാബു കട്ടട്ടെ, പെണ്ണിന്റെ ബാബു കട്ടട്ടെ. കഴിഞ്ഞു. അപ്പൊ ഇത് ഇളക്കണ്ട ആവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് ഇത് അഴിക്കണ്ടേ. ഇനി ഇതാണ്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ ചെയ്യാ. അടി കിട്ടുട്ടോ എന്റെ അടുത്തുനിന്ന്. നിനക്ക് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞ അടി കിട്ടും. ഒട്ടിക്കട്ടെ.
ഇതൊന്നേ ഇമ്പളേനെ വടിയിൽ വെച്ചിട്ട് ഒന്നിനും അയക്കില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ ആദ്യം ഇവിടെ സെറ്റാക്കി വെക്കും ചെയ്യാം. ബെല്ലൊക്കെ അടി ഇട്ടുട്ടാ, അടി കിട്ടും പറഞ്ഞാ കിട്ടും. ഇമ്പളേനെ അവിടെ കൊണ്ടിട്ടാ മതിയായിരുന്നു അല്ലേ. അപ്പൊ മുറിയൊക്കെ കെട്ടല്ലോ ഇനി ഇതാ മുറിയൊക്കെ കെട്ടി. എന്താ ഇവള് പോയിക്കോട്ടെ അല്ലേ. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ വിശേഷം. പോടി പോടി ഇതൊക്കെയൊക്കെ ഇതൊക്കെ ആദ്യം കളഞ്ഞിട്ട് വേണം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.